मह्यं ददाति सवधान्तिकं वन्देऽहं श्रीगुरोः श्रीयुतपदकमलं श्रीगुरून् वैष्णवां च श्रीरूपं साग्रजातान् सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितां च हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पदे गोपेश गोपिका कान्त श्रीराधा कान्त नमस्तुते सप्तकाञ्चन गौराङ्गी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमः विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇന്ദുമതി മാതാജി പറഞ്ഞനുസരിച്ച് നമ്മൾ ഇനി മുതൽ 7 മണി മുതലായിരിക്കും നമ്മുടെ ഭാഗവതം ക്ലാസ്. കാരണം ഇത് കഴിഞ്ഞ് വേറെ ഗീതാ ക്ലാസ് ഏതാണ്ടുണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം നമുക്ക് 7 മണിക്കാണ് തുടങ്ങുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാതാജിയോട് പറഞ്ഞാൽ നമുക്ക് അനുസരിച്ച് മാറ്റാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ആത്മസംതൃപ്തി ലഭിക്കാതെ ഇരുന്ന വ്യാസഭഗവാന്റെ അടുക്കിലേക്ക് തന്റെ ഗുരുവായ നാരദമുനി വരുന്നതും അവർ തമ്മിലുള്ള സംഭാഷണങ്ങളുമാണ് വരുന്നത്. ഒരു കാര്യം മറക്കരുത്, ശൗനകാദികളുടെ ഒരു ചോദ്യത്തിന് ഉത്തരവാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മറക്കരുത്. രണ്ടാമത് ചോദിച്ച 3 ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യമായിരുന്നു ശ്രീമദ് ഭാഗവത്തിന്റെ ഇതിഹാസം. ആ ഇതിഹാസമാണ് നമ്മൾ ചർച്ച കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അവരുടെ ചർച്ചയിൽ പ്രധാനമായിട്ടും കണ്ടത് തന്റെ ഒരു ആത്മസംതൃപ്തിക്ക് കാരണം അന്വേഷിച്ച വ്യാസഭഗവാനോട് നാരദമുനി പറഞ്ഞത്, താങ്കൾ ധാരാളം രചനകൾ ചെയ്തിട്ടുണ്ട്, വേദങ്ങളെ 4 ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം 4 പുരുഷാർത്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളായിരുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷത്തിനെ അടിസ്ഥാനപ്പെട്ടിട്ടുള്ളായിരുന്നു. എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ നാമരൂപ ഗുണലീലകളെ വേണ്ട വിധത്തിൽ അതിനകത്തൊന്നും സൂചിച്ചിട്ടില്ല. ആയതിനാണ് താങ്കൾക്ക് മാനസികമായ ഒരു സംതൃപ്തി ലഭിക്കാത്തത്. ഇപ്പൊ നാരദമുനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഏത് ഗ്രന്ഥമായാലും അതിൽ ശ്രീമദ് ഭഗവാന്റെ ഗുണാനുകരണം, അതായത് ഭക്തിയോഗം ഇല്ലെങ്കിൽ അത് ശ്രമം ഏവഹി കേവലം, വെറും ഒരു ശ്രമം മാത്രമായിരിക്കും. അതൊരു പാഴ്ശ്രമമായിരിക്കും. ഭക്തിയോഗത്തെ കുറിച്ച് നാരദമുനി കൂടുതൽ പറയാൻ വേണ്ടി 12ാമത്തെ ശ്ലോകത്തില്, അത് 12ാം ശ്ലോകം എന്ന് പറയുമ്പോൾ 5ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. നാരദമുനി പറയുന്നത്, നൈഷ്കർമ്മ്യ അഭി അച്യുത ഭാവവർജിതം ന ശോഭതേ ജ്ഞാനമാൻ അലം നിരഞ്ജനം കുത പുന ശാശ്വത അഭദ്രം ഈശ്വരെ ന ചർപ്പിതം കർമ്മ യത് അഭി അകാരണം. നൈഷ്കർമ്മ്യം അഭി അച്യുത ഭാവവർജിതം. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ കർമ്മഫലങ്ങളുടെ പ്രഭയില്ലാത്ത പ്രവർത്തനങ്ങൾ. അതായത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ശരി അതിനൊരു റിയാക്ഷൻ ഉണ്ട്. നൈഷ്കർമ്മ്യം എന്ന് അശ്വതത്തിൽ കൂടുതൽ ഭഗവത്ഗീതയില് 4-5-4ാമത്തെ അധ്യായത്തിലൊക്കെ അതിനെക്കുറിച്ച് ഒത്തിരി ഭഗവാൻ പറയുന്നു നൈഷ്കർമ്മ്യം. അപ്പം ഫലമില്ലാത്ത കർമ്മങ്ങൾ, അതായത് യാതൊരുവിധ കർമ്മഫലങ്ങളുടെ പ്രമേയമില്ലാത്ത കർമ്മം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക കാര്യങ്ങൾക്കാണ് പറയുന്നത്. അകർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നൈഷ്കർമ്മ്യ അഭി അച്യുത ഭാവവർജിതം. ആ നൈഷ്കർമ്മ്യം, അതായത് ശ്രദ്ധിച്ചു കേൾക്കുക, കർമ്മഫലം, പ്രതിഫലനം, കർമ്മഫലത്തിന്റെ വിവിധ കർമ്മഫലങ്ങളുടെ പ്രഭയില്ലാത്ത പ്രവർത്തനങ്ങൾ, അത് യാതൊരുവിധ ഭൗതിക ഫലങ്ങളും ഇല്ലാത്ത പ്രവർത്തനങ്ങളായിക്കോട്ടെ,
അത് അച്യുതവർജിതം. താങ്കളുടെ പ്രവൃത്തിയെല്ലാം നശ്യങ്ങളായിരുന്നു, ഞാൻ സമ്മതിച്ചു. പക്ഷെ അതെല്ലാം അച്യുതഭാവവർജിതമായിരുന്നു. അച്യുതന്റെ ഭാവം, അതായത് ഭഗവന്റെ ഭക്തി വർജിതമാണെങ്കിൽ കിം ഫലം? അതുകൊണ്ട് എന്ത് ഫലമാണുള്ളത്? എന്ത് പ്രയോജനമാണുള്ളത്? അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇൻഡയറക്റ്റ്ലി നാരദമുനി വ്യാസനോട് പറയുന്നത്, താങ്കൾ ചെയ്തെല്ലാം ആധ്യാത്മിക പ്രവർത്തികളാണ്, ഭൗതികമല്ല. ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നതും ആധ്യാത്മികമാണ്. അതുകൊണ്ടാണ് ഭാവവർജിതം എന്ന് പറഞ്ഞത്. ഭാവവർജം എന്ന് പറഞ്ഞാൽ നൈഷ്കർമ്മ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. നൈഷ്കർമ്മ്യ ഭാവവർജിതം, അതായത് ഫലമില്ലാത്ത കർമ്മങ്ങൾ. ഫലമില്ലാത്ത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് ഫലം? കർമ്മഫലങ്ങൾ ഇല്ലാത്തത്. അപ്പൊ കർമ്മ, അകർമ്മ, വികർമ്മത്തിനകത്ത് അകർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. അകർമ്മത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഭഗവാന്റെ ആധ്യാത്മിക കാര്യങ്ങൾക്കും പറയും, കർമ്മം ചെയ്യാത്ത അവസ്ഥയ്ക്കും അകർമ്മം എന്ന് പറയും. രണ്ടിനും ഒരർത്ഥമാണ്, രണ്ടിനും വ്യത്യസ്തമായ അർത്ഥമാണ്. അപ്പൊ ഇവിടെ പറയുന്ന അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവവർജിത നൈഷ്കർമ്മ്യം. നൈഷ്കർമ്മ്യമാണ്, അതിന് പ്രതിഫലനമില്ല. പക്ഷെ അതിനകത്ത് എന്താണ്? അച്യുതഭാവവർജിതം. ഭഗവാനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ല. ആണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. നീ എത്ര ഉണ്ടെങ്കിലും ശരി, എത്ര വലിയ ആധ്യാത്മികമായ തത്വങ്ങളാണെങ്കിലും ശരി, അതിനകത്ത് ഭഗവത് ജ്ഞാനമില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് കിം ഫലം? താങ്കൾ വേദങ്ങളെയെല്ലാം ഒരു ചുരുക്കുട്ടി വെച്ചു, ഉപനിഷത്തുകൾ രചിച്ചു, പുരാണങ്ങൾ രചിച്ചു, പക്ഷെ അതിനകത്തൊന്നും അച്യുതഭാവമില്ലെങ്കിൽ ജ്ഞാനം അലം നിരഞ്ജനം. അതിനകത്ത് ഭഗവത് ജ്ഞാനമില്ലെങ്കിൽ ന ശോഭതേ. അതുകൊണ്ട് ആ അറിവ് കൊണ്ട് എന്ത് ഫലം? പിന്നെ പറയുന്നു, കുത പുനഃ ശാശ്വത് അഭദ്രമീശ്വരെ നജ അർപ്പിതം കർമ്മ യദപി കാരണം. അതായത് ഭഗവത് ഭക്തി വർജിതമായ കർമ്മം അത് നൈഷ്കർമ്മ്യ ആണെങ്കിൽ പോലും അത് ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല, അത് അഭിനന്ദിച്ചിട്ടില്ല, അത് പ്രകീർത്തിച്ചിട്ടില്ല. അതായത് താങ്കൾ ചെയ്ത വർക്കുകളൊക്കെ ഓക്കെ, അത് പിന്നെ നൈഷ്കർമ്മ്യമാണ്, പക്ഷെ അത് അഭിനന്ദിക്കപ്പെടുന്നില്ല, പ്രശംസയില്ല. കാരണം അതെല്ലാം അച്യുതഭാവവർജിതമാണ്. അപ്പൊ അതുപോലെ എത്ര വലിയ ജ്ഞാനമാണെങ്കിലും അതിൽ ഭഗവത് ജ്ഞാനം ഇല്ലെങ്കിൽ ആരും അതിനെ അത് അഭിനന്ദിക്കപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ സാധാരണ കർമ്മത്തെ കുറിച്ച് എന്ത് പറയാൻ? അതായത് ഒരു കർമ്മം നൈഷ്കർമ്മ്യം ചെയ്യുന്നു, ആ നൈഷ്കർമ്മ്യത്തിനകത്ത് അച്യുതഭാവമില്ലെങ്കിൽ അത് അഭിനന്ദിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ ഭൗതികമായ കർമ്മം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പിന്നെ എന്ത് പറയാൻ? രണ്ടു തരത്തിലുള്ള കർമ്മത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കർമ്മം, രണ്ട് അകർമ്മം. ഒന്ന് കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾ ചെയ്യുന്നു. പലരും പറയാറുള്ള ഒരു കാര്യമാണിത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, ഞാൻ അതിനകത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. ഞാൻ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്തിനാ ഭക്തിക്ക് പോകുന്നത്? എനിക്ക് എൻ്റെ വീട്, എൻ്റെ പട്ടി, എൻ്റെ കുട്ടി, എൻ്റെ ചട്ടി, ഇത് മാത്രം മതി, വേറെ എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല. ഇവര് ഞാൻ എന്തിനു ഭക്തി ചെയ്യണം? അതാണ് ഇവിടെ പറയുന്നത്. അതായത് എത്ര വലിയ അറിവാണെങ്കിലും ശരി, എത്ര വലിയ ഇതാണെങ്കിലും ശരി, നൈഷ്കർമ്മ്യമാണെങ്കിൽ പോലും അത് അഭിനന്ദിക്കുന്നില്ല. അപ്പൊ പിന്നെ സാധാരണ കർമ്മത്തെ കുറിച്ച് എന്ത് പ്രയോജനം? അപ്പൊ നാരദമുനി പറഞ്ഞതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതിൽ അച്യുതഭാവമില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ പറയുന്ന പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർമനന്റ് പ്രയോജനം, ശാശ്വതമായ പ്രയോജനം. നമ്മളൊരു ചെറിയ കർമ്മം ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ കുളിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്, അല്ലെ? ആഹാരം കഴിക്കുന്ന പ്രയോജനമുണ്ട്, അതിനകത്ത് അച്യുതഭാവം ഇല്ലെങ്കിൽ പോലും. പക്ഷേ ശാശ്വതമായ പ്രയോജനം, ലോങ് ടൈം പ്രയോജനം എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ വേണമെങ്കിൽ അതിനകത്ത് അച്യുതഭാവം വേണം. അതായത് മനുഷ്യ ജീവന്റെ എസൻസ് എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? അത് ഭഗവത് ഭക്തിയാണ്. ആ ഭഗവത് ഭക്തിക്ക് വേണ്ടി മാത്രമാണ് മനുഷ്യനെ ഭഗവാൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതില്ലാത്ത കർമ്മവും ജ്ഞാനവും എല്ലാം നിഷ്പ്രയോജനങ്ങളാണ്. നമ്മൾ ശരിക്കും ഈ ഭൗതിക ലോകത്തിലോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇന്ന് ലോകത്തിലെ ജനങ്ങള്, അതായത് ഭരണകൂടമായാലും ശരി, ശാസ്ത്രമായാലും ശരി, തന്റെ സമയവും ഊർജവും സമ്പത്തും എല്ലാം ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ജീവിത സൗകര്യങ്ങൾ വേണം, ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുക. എല്ലാ റിസർച്ചും എന്തിനു വേണ്ടിയാ? ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ആ മെച്ചപ്പെടുത്തി കഴിഞ്ഞിട്ട് അതിനൊരു സ്റ്റാഗ്നേഷൻ എവിടെയെങ്കിലും വരുന്നുണ്ടോ? സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ പറയുന്നത് കേരളത്തില് ഒരു പരിധി എവിടെയെങ്കിലും വരുന്നുണ്ടോ? പിന്നെ നമുക്ക് പുതിയത് വേണം. അപ്പൊ ശാശ്വതമായ ആനന്ദം ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് തീരണ്ടേത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വേനൽക്കാലത്ത് നമ്മൾ പാള കൊണ്ട് വിശറി ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അത് പോരാൻ തോന്നിയപ്പോൾ നമ്മൾ ഫാൻ നിർമ്മിച്ചു.
ഇലക്ട്രിക് ഫാൻ ഉണ്ടാക്കി. ആ ഫാൻ പരിപൂർണമായിരുന്നു എങ്കിൽ എയർ കണ്ടീഷന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇപ്പൊ എയർ കണ്ടീഷൻ ആണെങ്കിൽ തന്നെ അതിന്റെ അപ്ഗ്രേഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം റിമോട്ട് വേണം, പിന്നെ അത് വേണം, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ടെലിവിഷന്റെ എടുക്ക്, ടെലിവിഷൻ വന്നപ്പോഴൊക്കെ നമ്മൾ തുള്ളിച്ചാടി. അപ്പൊ പറഞ്ഞു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട, കളർ വേണം. കളർ വന്നപ്പോ പിന്നെ വേറെ വേണം, അതിന്റെ സൈസ് വലുത് വേണം, 3D വേണം, അതിന് റിമോട്ട് വേണം, എന്തൊക്കെ വേണം. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്തൊരു കർമ്മമായാലും എന്തൊരു പ്രവൃത്തി ആയാലും ശരി, അതിനകത്ത് ഭഗവാന്റെ ഭക്തി ഇല്ലെങ്കിൽ, ഭക്തിയോഗം ഇല്ലെങ്കിൽ, അച്യുത ഭാവമില്ലെങ്കിൽ അതുകൊണ്ട് ശാശ്വതമായ പ്രയോജനങ്ങൾ കിട്ടില്ല. അപ്പൊ നാരദമുനി പറയുന്നത് താങ്കൾ ആധ്യാത്മികമായിട്ട് വളരെ ഉയർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭക്തരെ കുറിച്ചും മാത്രം വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥം എന്തുകൊണ്ട് രചിച്ചില്ല? അപ്പൊ അതിൽ ഭക്തിയോഗം വിശദമായി വർണ്ണിക്കുക, ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുക, ഭഗവാന്റെ ഭക്തരെ കുറിച്ച് വർണ്ണിക്കുക. കാരണം താങ്കൾക്ക് അതിന് കഴിയും. താങ്കൾ ആധ്യാത്മികമായിട്ട് ഉയർന്ന വ്യക്തിയാണ്. അപ്പൊ താങ്കളെ കൊണ്ട് മാത്രമേ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ലീലയെക്കുറിച്ചും ഭക്തരെക്കുറിച്ചും വിശദമായിട്ട് വർണ്ണിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം രചിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചാൽ മാത്രമേ താങ്കൾക്ക് ആത്മസംതൃപ്തി ലഭിക്കുകയുള്ളൂ. നോക്ക്, അദ്ദേഹം പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ, നാരദമുനി പറയുന്ന പറഞ്ഞാൽ, സാമാന്യ ജനങ്ങൾ ആൾറെഡി ഭൗതികമായ ആസക്തിയിൽ മുഴുകിയിരിക്കുകയാണ്. അവരെ താങ്കൾ ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ധർമ്മത്തിൽ കൂടി സമ്പത്ത് സമ്പാദിച്ച് ധർമ്മം, അർത്ഥം, കാമ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക. ആ ആഗ്രഹം മടുത്തു കഴിയുമ്പോൾ ആധ്യാത്മികത്തിലോട്ട് പോകണം, അതിന്റെ ഉദ്ദേശം. പക്ഷെ മനുഷ്യന് ഭൗതികമായ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ല. തീരാതെ എങ്ങനെയാണ് പിന്നെ ആധ്യാത്മികയിലോട്ട് പോകുന്നത്? അത് തന്നെ, അത് ലോങ് പ്രോസസ്സാണ്, ജന്മങ്ങൾ എടുക്കും. എനിക്ക് ധർമ്മത്തിൽ കൂടി അർത്ഥം നേടാൻ ചിലപ്പോൾ ഈ ജന്മം മുഴുവൻ വേണ്ടി വരും. പിന്നെ എന്റെ ആഗ്രഹം സഫലീകരിക്കുന്നത് എപ്പോഴാണ്? പിന്നെ അത് അടുത്ത ജന്മത്തിലായിരിക്കും. ചിലപ്പോൾ 5, 6, 8, 10 ജന്മം കഴിയുമായിരിക്കും എനിക്കൊരു മടുപ്പ് തോന്നുന്നത് എന്റെ ഭൗതികമായ ആഗ്രഹങ്ങളോടുകൂടി, ആഗ്രഹങ്ങൾക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്തിയിലോട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയോ ജന്മങ്ങൾ പാഴായി പോകുന്നു. അതേസമയം ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജന്മം കൊണ്ട് മനുഷ്യന് പരിപൂർണതയിലെത്താൻ കഴിയും. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ അടുക്കലുണ്ട്. വെറും 6 മാസം കൊണ്ട് ധ്രുവ മഹാരാജനോ 1 ജന്മം കൊണ്ട് പ്രഹ്ലാദ് മഹാരാജനോ ഭക്തിയുടെ പരിപൂർണതയിൽ എത്താൻ കഴിഞ്ഞു. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ 2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഭക്തിയോഗവും ബാക്കിയുള്ള പിന്നെ ധർമ്മാർത്ഥ കാമ മോക്ഷം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ളതും ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും ഈസി ആയിട്ടുള്ളതും ഭക്തിയോഗമാണ്. താങ്കൾ അതിനെക്കുറിച്ച് വർണ്ണിക്കാതെ ഈ പിന്നെ സാമാന്യ ജനങ്ങൾ ആൾറെഡി ഭൗതികമായ ആസക്തിയിൽ മുഴിയിരിക്കുന്നവർക്ക് ഒന്നുകൂടി പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള രചനകളാണ് താങ്കൾ ചെയ്തതെല്ലാം. അപ്പം പുരുഷാർത്ഥങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് താങ്കൾ ഗ്രന്ഥം രചിച്ചത്. അതുകൊണ്ടാണ് താങ്കൾക്ക് ആത്മീയ സംതൃപ്തി അല്ലെങ്കിൽ മാനസിക സംതൃപ്തി ലഭിക്കാത്തത്. താങ്കൾ ഏറ്റവും ഊന്നൽ കൊടുത്തത് 4 പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയാണ്. അതൊട്ടും ശരിയായ കാര്യമല്ലായിരുന്നു. കാരണം താങ്കൾ ഊന്നൽ നൽകേണ്ടിയിരുന്നത് ഭക്തിയോഗത്തിനായിരുന്നു. കാരണം എന്താ? അങ്ങ് അതീന്ദ്രിയമായ ഒരവസ്ഥയിലുള്ള വ്യക്തിയാണ്. ചാർവാമുനിയുടെ അല്ല, ചാർവാമുനി പറഞ്ഞ എന്താണ് ആ ശ്ലോകം? ഞാൻ മറന്നുപോയി. അടുത്ത ജന്മം ആര് കണ്ടു? കടം വാങ്ങിച്ചായാലും വേണ്ടില്ല, അടിച്ചു പൊളിച്ച് ജീവിച്ചോ, ഇനിയൊരു ജന്മം ഉണ്ടെന്ന് ആരും കണ്ടു? അദ്ദേഹം മുനിയാണ് ചാർവാമുനി. കടം വാങ്ങിച്ച നല്ലൊരു ശ്ലോകം അത്. കടം വാങ്ങിച്ചായാലും ശരി, നെയ്യും കൂട്ടി എന്നും ആഹാരം കഴിച്ചു, നെയ്ക്കകത്ത് ഉണ്ടാക്കി കഴിച്ചോണം, അടുത്ത ജന്മത്തിനെ കുറിച്ച് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ആ ലെവലിലുള്ള ഒരു മുനി ആയിരുന്നില്ല വ്യാസഭഗവാൻ. അദ്ദേഹം ഭഗവാന്റെ അംശാവതാരമാണ്, ഭഗവാൻ പ്രചോദനം കൊടുത്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള താങ്കൾക്ക് പുരുഷാർത്ഥങ്ങളെ മാറ്റിവിട്ടുകൊണ്ട് ഭക്തിയോഗത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ട അത്യാവശ്യമായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് 17ാമത്തെ ശ്ലോകത്തിൽ നാരദമുനി പറയുന്നുണ്ട്. കുറച്ചുകൂടെ 17ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സ്വധർമ്മചരണാംബുജം ഹരേ ഭജൻ അപക്വ അധ പദേതോ യതി യത്ര അഭദ്ര അഭൂദ്യം അമൂച്ഛകിം കോ വാർത്താത്തു അഭജതാം സ്വധർമ്മത. രക്ത സ്വധർമ്മ ചരണാംബുജം ഹരേ, ഭഗവത് ഭക്തിയുടെ സേവനത്തിനായി ധർമ്മ അനുസൃത കർമ്മങ്ങൾ, ഒക്യുപ്പേഷണൽ ഡ്യൂട്ടീസ് പരിത്യജിക്കുന്ന ഒരാൾ ഭജൻ അപക്വ അധ പതേ തതോ യതി, ചിലപ്പോൾ അപക്വമായ അവസ്ഥയിൽ അത് പതിച്ചേക്കാം. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത്
ഒരു വ്യക്തി, എല്ലാ വ്യക്തികൾക്കും ഒക്യുപ്പേഷണൽ ഡ്യൂട്ടീസ് ഉണ്ട്, ധർമാനുസൃതമായ കർമ്മങ്ങൾ. ഒക്യുപ്പേഷണൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ധർമ്മം അനുസരിക്കുന്ന കർമ്മം. ഒരു വീട്ടമ്മയുടെ ആകാം, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മൾ ചെയ്യുന്ന ജോലികളാണ്. ഭൗതികമായ ഉത്തരവാദിത്വങ്ങൾ എല്ലാ വ്യക്തികളും ഉണ്ട്, അല്ലെ? ആ ഭൗതികമായ ഉത്തരവാദിത്വങ്ങൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു വ്യക്തി ഭക്തി ചെയ്യുന്നു. അതാണ് ധർമാനുസൃത, അതായത് ഒക്യുപ്പേഷണൽ ഡ്യൂട്ടി പരിത്യജിച്ചുകൊണ്ട് ഒരാൾ ഭജൻ ന അപക്കോ അധ പതേ തതോ യതി, അപക്വമായ അവസ്ഥ, അതായത് ഭക്തി തുടങ്ങി, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മാറ്റി വെച്ചിട്ട് ഭക്തി തുടങ്ങി. ആ അപക്വമായ അവസ്ഥയിൽ, പക്വമായിട്ടില്ല ആ അവസ്ഥയിൽ പലപ്പോഴും പലരും അധപ്പതിച്ചു പോകാറുണ്ട്. അധപ്പതിച്ചു പോകാൻ ഭക്തിയിൽ നിന്നും താഴെ പോകാറുണ്ട്. നിയമങ്ങൾ തെറ്റിച്ചതാകാം, എന്തുകൊണ്ടാകാം, അധപ്പതിച്ചേക്കാം. എന്നാൽ എത്ര കാവ അഭദ്രം അഭൂത് അമുസ്യക്കും കോവർത്ത ആപ്തോ അപജതം സ്വധർമ്മതേത്. ധർമാനുസൃത കർമ്മത്തിൽ പൂർണ്ണതയാണെങ്കിലും അഭക്തന് യാതൊരു നേട്ടവും പ്രാപ്തമാകുന്നില്ല. അതായത് ഒന്നുകൂടി ഞാൻ വിശദമായിട്ട് പറയാം. ഒരു വ്യക്തി തന്റെ ധർമാനുസൃതമായ കർമ്മങ്ങൾ, ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ചിട്ട് ഭക്തി ചെയ്യുന്നു. ആ വ്യക്തിക്ക് ഭക്തിയിൽ നിന്നും അധപ്പതിച്ചു പോയി, താഴോട്ട് പോയി. യാതൊരുവിധ ഭയവും വേണ്ട, യാതൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ വേറൊരു വ്യക്തി ആ ധർമാനുസൃത കർമ്മത്തിൽ പൂർണ്ണ നിരതനാണ്. ഞാൻ എന്റെ ജോലി, ഞാനിപ്പോ ആദ്യം പറഞ്ഞ പോലെ എന്റെ പ്രൊഫഷൻ, എന്റെ ജോലി, അത് വിട്ടൊന്നുമില്ല, അതല്ലാതെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തമുള്ള ഭക്തിയിലൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് പോലും യാതൊരുവിധ നേട്ടവും ഉണ്ടാകുന്നില്ല. നേട്ടം ഉണ്ടാകുന്നില്ല ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ചിലപ്പോൾ സമ്പത്തുണ്ടാകാം, പേരുണ്ടാകാം, പ്രശസ്തി ഉണ്ടാകാം. ഞാനൊരു ഉദാഹരണം പറയും. ആ ഉദാഹരണം ശരിയായ ഉദാഹരണമല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ അബ്ദുൾ ജെ കലാം. അബ്ദുൾ ജെ കലാം ഭൗതികമായ, അദ്ദേഹത്തിന് 24 മണിക്കൂറും ഭാരതത്തിന് വേണ്ടി ഏറ്റവും വലിയ ടെക്നോളജി എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഗീതയൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അതും ഒരു നിമിഷത്തേക്ക് മാറ്റി മറിച്ച് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അദ്ദേഹം ലോകം മൊത്തം അറിയപ്പെടുന്ന സയന്റിസ്റ്റ്. അത് പോട്ടെ, അദ്ദേഹത്തിന് ഗീത വായിക്കും, അല്ലെങ്കിൽ ഗീത വായിക്കാത്ത ഒരാളുടെ എടുത്ത് നോക്കിയാണെങ്കിൽ ഒരാള് അതേപോലെ അതേ ലെവലിൽ എത്തിയെന്നിരിക്കട്ടെ. അതിന് ഭൗതികമായ എല്ലാ നേട്ടങ്ങളും ഉണ്ട്, സമ്പത്തുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഏത് നിമിഷം അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നു, മരിച്ചു, ആ നേട്ടങ്ങളൊക്കെ എവിടെ പോയി? ആ സമ്പത്ത് എവിടെ പോയി? ആ പേരും പ്രശസ്തി എവിടെ പോയി? ഇവിടുന്ന് എന്താണ് ഇവനെ കൊണ്ടുപോകാൻ പറ്റുന്നത്? യാതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എല്ലാം ഇവിടെ ഉപേക്ഷിക്കണം. അതേസമയം ഒരു വ്യക്തി തന്റെ ധർമാനുസൃത കർമ്മങ്ങളെല്ലാം മാറ്റിവെച്ചു. എന്തിനു വേണ്ടി? ഭക്തിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഭക്തിയിലും പരിപൂർണത എത്തിയില്ല. അതിനു മുമ്പ് അധപ്പതിച്ചു പോയി, ഭക്തി മാർഗത്തിൽ നിന്നും താഴെ പോയി. ആ വ്യക്തി മരിച്ചു. ആ വ്യക്തിക്ക് നഷ്ടപ്പെടാമെന്നില്ല. കാരണം ഇവിടുന്ന് മുമ്പ് എവിടെ വരെ ഭക്തി ചെയ്തോ അത്രയും ഭക്തിയും കൊണ്ടാണ് ആ വ്യക്തി പോകുന്നത്. അടുത്ത ജന്മത്തിൽ ആ ഭക്തിയിൽ നിന്ന് അദ്ദേഹത്തെ തുടങ്ങാൻ കഴിയും. അബ്ദുൾ ജെ കലാം വീണ്ടും എ ഫോർ ആപ്പിൾ ഹരിശ്രീ ഗണപതയെ നമ്മൾ എഴുതി പഠിക്കേണ്ടി വരും. പക്ഷെ ഈ ഭക്തനോ ഭക്തി അങ്ങനെ എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ജീവിച്ചിരുന്ന സമയത്ത് 10 മാലയായിരുന്നു അയാൾ ജപിച്ചിരുന്നെങ്കിൽ അടുത്ത ജന്മത്തിൽ ഭക്തി തുടങ്ങുമ്പോൾ തന്നെ 16 മാല എന്നായിരിക്കും തുടങ്ങുന്നത്. ഒരു മാല എന്നായിരിക്കത്തില്ല തുടങ്ങുന്നത്. ഒരു മാലയും തുടങ്ങിയാൽ ഒരു മാസത്തിനുള്ളിൽ 16 മാലയിൽ എത്തും. പറഞ്ഞതിന്റെ അർത്ഥം ധർമാനുസൃത കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ആധ്യാത്മിക മാർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് അതിൽ പരിപൂർണത എത്താൻ കഴിഞ്ഞില്ലെങ്കിലും യാതൊരു വിധത്തിലുള്ള ഭയമുണ്ട്. ഇവിടെ ഭക്തിയോഗത്തിനെ കുറിച്ച് വർണ്ണിക്കുകയാണ് നാരദമുനി. ഭാഗവതത്തിന്റെ ഇതിഹാസം പറഞ്ഞിടയ്ക്ക് ഭക്തിയോഗത്തിന്റെ മഹത്വം പറയാണ്. എന്തിന് നിങ്ങൾ ഭക്തിയോഗത്തിനെ കുറിച്ച് കൂടുതൽ വർണ്ണിച്ച് സാധാരണ ജനങ്ങളിൽ ഭക്തിയോഗം എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് പുരുഷാർത്ഥങ്ങൾക്കാണ്. ആ പുരുഷാർത്ഥങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആധ്യാത്മികത ഇല്ലാതെ പുരുഷാർത്ഥത്തിൽ മാത്രം ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം എന്നാണ് നാരദമുനി ചോദിക്കുന്നത്. ആ ഓരോ വ്യക്തിക്കും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് തൊഴിൽപരമായതാകാം, കുടുംബപരമായതാകാം, സാമൂഹ്യപരമായി. ഇപ്പൊ നമ്മുടെ സാമൂഹ്യപരമായ മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ചെയ്ത് ഒഴിഞ്ഞു വെച്ചവരുണ്ട്. ആധ്യാത്മിക അതിനകത്ത് ചേർത്തില്ലെങ്കിൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രയോജനം? ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ട് മരിച്ചു കഴിയുമ്പോൾ യമദൂതന്മാർ വരുമ്പോ പറയുന്നത് അയ്യോ ഇത് പ്രധാനമന്ത്രിയുടെ ആത്മാവല്ലോ. ആത്മാവ് ശരീരം പോയി കഴിഞ്ഞപ്പോ അതെല്ലാം പോയി കഴിഞ്ഞു. പിന്നെ ആത്മാവിനെ കെട്ടി വലിച്ചോണ്ടാ പോകുന്നത്. അതേസമയം ആധ്യാത്മിക പാതയിലൂടെ പോയൊരു വ്യക്തി
സാമൂഹ്യപരമായ കാര്യങ്ങളോ തൊഴിൽപരമായ കാര്യങ്ങളോ കുടുംബപരമായ കാര്യങ്ങളോ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശരി, ആ വ്യക്തിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. സ്വന്തം ഉത്തരവാദിത്തം ചെയ്യേണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, കടമകൾ ചെയ്യണം, കർത്തവ്യങ്ങൾ ചെയ്യണം. പക്ഷെ അത് ഭഗവത് ഭക്തിയോടെ ആണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. അതിനകത്ത് ഭക്തി ഇല്ലെങ്കിൽ ശ്രമ ഏവഹി കേവലം, അതില്ലെന്നാണ് നാരദമുനി പറയുന്നത്. അപ്പൊ ഭക്തിയിൽ അധപ്പതിച്ചാലും ശരി, അപക്വമായ അവസ്ഥയിലാണെങ്കിൽ പോലും യാതൊരു വിധ ദോഷവും വ്യക്തിയിൽ നിന്നാണ് നാരദമുനി പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ആ വ്യക്തി എത്ര ഭക്തി ചെയ്തോ ആ ഭക്തിക്ക് നാശം വരത്തില്ല. അതാണ് ഭഗവാൻ ഭഗവതിൽ പറയുന്നത്, നമേ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തർക്ക് നാശമില്ലെന്ന് പറഞ്ഞാൽ ഭക്തരുടെ ശരീരം നശിക്കുമെന്നല്ല, ഭക്തരുടെ ഭക്തി നശിക്കില്ല എന്നാണ്. ചില വാക്കിന്റെയൊക്കെ അർത്ഥം നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് ഇതൊക്കെയുണ്ട്. ഇപ്പൊ ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ ഭാഗവതിൽ 10ാമത്തെ അധ്യായത്തില് 11 ശ്ലോകം, തേഷാം ഏവാനുകമ്പാർത്ഥം അഹമാത്മാനം അതല്ല, വേറെ 9ാമത്തെ അധ്യായത്തില് 22ാമത്തെ ശ്ലോകം, അനന്യ ചിന്തയന്തോമായ ജന പരിയുപാസന തേഷാം നിത്യാഭിയുത്ഥാനം യോഗക്ഷേമ മഹാമ്യം. അതായത് അനന്യഭാവത്തോടുകൂടി എന്നെ മാത്രം ഭജിക്കുന്ന ഒരു വ്യക്തിയുടെ ഭക്തന്റെ എന്തെല്ലാം വേണോ അതെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യും. അവരുടെ കയ്യിൽ എന്തുണ്ടോ അതിന് ഞാൻ സംരക്ഷിക്കും. അനന്യ ചിന്തയന്തോ മാം ഏ ജന പരിയുപാസത തേഷാം, അങ്ങനെയുള്ളവർക്ക് തേഷാം സതതയുക്തനം പദ്ധതാം പ്രകൃതിദാമി ബുദ്ധിയോ, ആ ഒരു ശ്ലോകമുണ്ട്. ഇത് അനന്യ ചിന്തയന്തോ, അവർക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുകയും ചെയ്യും, ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. വജാമി അഹം, ഞാൻ സംരക്ഷിക്കും. എന്ത് സംരക്ഷിക്കുന്ന ഭഗവാൻ പറയുന്നത്? നമ്മുടെ ബാങ്ക് ബാലൻസോ BMW കാറോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ വീടോ സംരക്ഷിക്കുന്നല്ല പറഞ്ഞത്. നമ്മുടെ ഉള്ളിലുള്ള ഭക്തി, നമ്മുടെ ചിത്തത്തെ, നമ്മുടെ ചേതനയെ ഭഗവാൻ സംരക്ഷിക്കും. ഏതെല്ലാം അവസ്ഥയിലായാലും ശരി, ആ ഭക്തിക്ക് നാശം വരില്ല. കാരണം എന്താ? അനന്യ ചിന്തയന്തോമാം. അനന്യ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലും ചിന്തിക്കാതെ ഭഗവാൻ മാത്രം ചിന്തിച്ചുകൊണ്ട് ഭക്തി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഭക്തി കുലുങ്ങില്ല, ആ ഭക്തിക്ക് നാശം വരില്ല, ആ ചിത്തം കുലുങ്ങില്ല. ഉദാഹരണം പ്രഹ്ലാദ് മഹാരാജ്. പ്രഹ്ലാദ് മഹാരാജ് സ്മരണത്തിന്റെ ആചാര്യനാണ്, അല്ലെ? സ്മരണത്തിന്റെ ആചാര്യനായ പ്രഹ്ലാദ് മഹാരാജന്റെ ജീവിതത്തിൽ എന്തെല്ലാം കഠിനതകൾ വന്നിട്ടും അദ്ദേഹത്തിന്റെ ചിത്തത്തിൽ നിന്നും ഭഗവാന്റെ ഓർമ്മയെ മാറ്റാൻ ഹിരണ്യകശിപുവിന് കഴിഞ്ഞില്ല. 5 വയസ്സുള്ള ബാലനാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞത് ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വജാമി അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ആ വ്യക്തിയുടെ ഭക്തിയെ സംരക്ഷിക്കും. പക്ഷെ ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യക്തി, ഭഗവത് ഭക്തി ഇല്ലാത്ത വ്യക്തിയുടെ ആര് പ്രൊട്ടക്ട് ചെയ്യും? അത് ഒരു നിമിഷം കൊണ്ടെല്ലാം തകരാം. അനിൽ അംബാനി ഇന്ന് റോഡിലാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എല്ലാവരും കാണണ്ട, ചെറിയൊരു വീഡിയോ, ഷോർട്ട് വീഡിയോ. ഒരു 10, 75, 80 വയസ്സുള്ള ഒരു സ്ത്രീ, ഉടുക്കാൻ വസ്ത്രമില്ല, വീടില്ല, കുടിയില്ല, ആഹാരമില്ല, ഒന്നുമില്ല. എവിടെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഗുജറാത്തിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ആരാണ്ട് ഈ സോഷ്യൽ വർക്കേഴ്സ് അവരെ വിളിച്ചോണ്ട് പോയി കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആരുടെ ഭാര്യ എന്നറിയോ? ഒരു ഇന്ത്യൻ ടീമിൽ ഒരു വലിയ ക്രിക്കറ്ററാണ്, നേരത്തെ ഇറാനി എന്നും പറഞ്ഞിട്ട്. അയാളുടെ മുഴുവൻ പേര് ഞാൻ മറന്നുപോയി. അയാളുടെ ഭാര്യയാണ്. അവർക്ക് ദുബായിൽ സ്വന്തം എയർലൈൻസ് ഉണ്ടായിരുന്നു. സ്വന്തം എയർലൈൻസ്, സ്വന്തം. എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല, ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അവിടെ ഇന്നത്തെ അവസ്ഥ, അവർക്ക് കൊടുക്കാൻ വസ്ത്രമില്ല, കിടക്കാൻ സ്ഥലമില്ല, കഴിക്കാൻ ആഹാരമില്ല. അവർ പറയുന്നു മഹാരാജാക്കന്മാരൊക്കെ പണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു ആതിഥ്യം സ്വീകരിക്കാൻ. ഭർത്താവ് മരിച്ചിട്ട് 10-12 വർഷമായി, എല്ലാം നഷ്ടപ്പെട്ടു. ഇനി മക്കൾ എല്ലാം അടിച്ചു മാറ്റി എന്താണെന്നറിയില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഭൗതികമായ എന്തൊക്കെ നമ്മൾ നേട്ടം ഉണ്ടാക്കിയാലും ശരി, അതെല്ലാം ഒരു ദിവസം നമ്മളെ ഇട്ടിട്ട് പോകും. അപ്പം എല്ലാ വർണ്ണ വ്യവസ്ഥകളും ശരി, വർണ്ണാശ്രമ ധർമ്മങ്ങളും, 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഭഗവാന്റെ പ്രസന്നനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടിയാണ്. അതാണ് സംസ്കൃത ഹരിതോഷണം എന്നുള്ള ശ്ലോകം. അതായത് എന്തെല്ലാം വ്യവസ്ഥകൾ ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മുടെ ആചാര്യന്മാര്, നമ്മളുടെ പൂർവികന്മാര്, അതിന്റെ എല്ലാം ഏകമാത്ര ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സംസ്കൃത ഹരിതോഷണം.
19ാമത്തെ ശ്ലോകത്തില് നാരദമുനി പറയുന്നത്, ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ മാത്രമേ വായിക്കുന്നുള്ളൂ. അല്ലയോ പ്രിയ വ്യാസദേവ, ഒരു കൃഷ്ണഭക്തൻ ഏതെങ്കിലും വിധത്തിൽ നിതപ്പിക്കലിടയായാലും ഫലകാംക്ഷികൾ പോലുള്ള സമാനമായ ഭൗതിക അസ്തിത്വത്തെ അയാൾ നിശ്ചയമായി അനുഭവിക്കുകയില്ല. എന്തെന്നാൽ ഭഗവാന്റെ പാതാരവിന്ദ സുതയുടെ രുചി ഒരിക്കൽ ആസ്വദിച്ച ഒരാൾ സദാ ആ പരമാനന്ദ നിർവൃതിയെ സ്മരിക്കുകയല്ലാതെ വേറെ യാതൊന്നിനും ഏർപ്പെടുകയില്ല. അപ്പൊ 17ാമത്തെ ശ്ലോകത്തിലാണ് പറഞ്ഞത്, നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തത്. 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അതായത് 17ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഭക്തിയുത സേവനത്തെ ധർമാനുസൃത കർമ്മങ്ങൾ ചരിക്കുന്ന ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്നാൽ തിരിച്ച് ഭക്തിയോഗമില്ലാതെ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നേടാനും ഒന്നുമില്ല. അത് കഴിഞ്ഞുള്ള ശ്ലോകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നത്, പ്രിയ വ്യാസദേവ, ഒരു കൃഷ്ണഭക്തൻ ഏതെങ്കിലും വിധത്തിൽ അതപ്പതിച്ചു എന്നാൽ തന്നെ ഫലകാംക്ഷികൾ എന്ന് പറഞ്ഞാൽ കർമ്മികൾ, ഫലകാംക്ഷികൾ എന്ന് പറഞ്ഞാൽ ഭൗതിക ആഗ്രഹമുള്ളവർ, അവരുടെ സമാനമായ ഭൗതിക അസ്തിത്വം അയാൾ നിശ്ചയമായി അനുഭവിക്കുകയില്ല. അങ്ങനെ അതപ്പതിച്ചു എന്തെങ്കിലും കാരണം കൊണ്ട് മാല ലഭിക്കുന്നത് വിട്ടു, അല്ലെങ്കിൽ ഭക്തി വിട്ടാലും ശരി, ഒരു ഫലകാംക്ഷ, ഒരു കർമ്മി ചെയ്യുന്ന പോലെ ഭൗതികമായ അത് അനുഭവിക്കാൻ വേണ്ടി അയാൾ നെട്ടോട്ട് ഓടില്ല. കാരണം എന്തുവാണ്? ഭഗവാന്റെ പാതാരവിന്ദ സുധയുടെ മാധുര്യം നിറഞ്ഞ നുകർന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒന്നിലും മാധുര്യം ലഭിക്കില്ല. നിങ്ങൾക്ക് പലർക്കും അത് അനുഭവം, നമുക്കൊക്കെ അനുഭവം ഉണ്ടാവാറുണ്ട്. വേറെ ഇപ്പൊ ആരെങ്കിലും ഒരു സിനിമ കാണാൻ വിളിച്ചാൽ പോകാൻ തോന്നുന്നു? പോകത്തില്ല. കല്യാണത്തിന് പോലും പോകാൻ തോന്നത്തില്ല. കാര്യം 2-3 മണിക്കൂർ വേസ്റ്റ് ആകും തോന്നുന്നു. ആ സമയത്ത് നമുക്ക് ജപിക്കുകയോ വായിക്കുകയോ ചെയ്യാം. അങ്ങനെ ഭൗതികമായ കാര്യത്തിൽ ഇപ്പം അമ്പലത്തിൽ ഒരു പ്രോഗ്രാം, നാടകമുണ്ട്, വിളിച്ചാൽ നിങ്ങൾ പോകുമോ? പോകാൻ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പോകുമെന്ന്. എന്തിനെന്നൊരു ചോദ്യം വരും. അതിന് ഭക്തിയിൽ വന്നിട്ട് ഭക്തിയിൽ നിന്ന് നമ്മൾ താഴെ പോയാലും ശരി, ആ ചേതനയായിരിക്കും ഉള്ളില്. അതായത് ഭഗവാന്റെ പാതാരവിന്ദസുയുടെ രുചി ഒരിച്ച ഒരാൾക്ക് ഒരിക്കലും വേറെ ഒരു കാര്യത്തിൽ ഇഷ്ടം തോന്നില്ല. സദാ ആ പരമാനന്ദ നിർവൃതിയെ സ്മരിക്കും. ഇപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് ഭക്തി വിട്ടു, എന്നാലും അന്ന് അമ്പലത്തിൽ പോകുമ്പം, ജപിക്കുമ്പം, ഭക്തരുടെ കൂടിയിരിക്കുമ്പം, യാത്ര പോകുമ്പോഴേക്ക് എന്തൊരു സുഖമായിരുന്നു. വേറെ യാതൊന്നിനോടും നമുക്ക് താല്പര്യം തോന്നില്ല. അപ്പൊ ഇപ്രകാരം നാരദമുനി വ്യാസനോട് പറയുന്നത്, താങ്കളൊരു അതീന്ദ്രിയമായ വ്യക്തിയാണ്, സാധാരണ വ്യക്തിയല്ല, അനുഭവജ്ഞാനമുള്ള വ്യക്തിയാണ്, ഭഗവത് ഭക്തിയുള്ള രചയിതാവാണ് താങ്കൾ. താങ്കൾക്ക് ആധ്യാത്മിക രചന ചെയ്യാനുള്ള കഴിവുണ്ട്, അനുഭവമുണ്ട്, മാത്രമല്ല അതിനുള്ള ശക്തിയും ഭഗവാൻ തന്നിട്ടുണ്ട്. എന്നിട്ടും താങ്കളുടെ കൃതികളിൽ ഭക്തിയോഗത്തെക്കുറിച്ച്, പരമപുരുഷോത്തൻ ഭഗവാനെ കുറിച്ചോ വിശദമായി ചർച്ച ചെയ്തിട്ടില്ല. വ്യാസഭഗവാന്റെ ചോദ്യം എന്താണ്? എന്റെ മനസ്സിന്റെ അനശാന്തിക്ക് കാരണം എന്താണ്? അതിന്റെ ഏറ്റവും മുഖ്യമായ കാരണമാണ് നാരദമുനി പറയുന്നത്, താങ്കൾ അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ്, അതീന്ദ്രിയ അനുഭവമുള്ള ഒരു വ്യക്തിയാണ്, താങ്കൾക്ക് ആധ്യാത്മികതയുള്ള കഴിവുണ്ട്, അറിവുണ്ട്, അനുഭവമുണ്ട്, ഭഗവാനുള്ള ശക്തിയും തന്നിട്ടുണ്ട്. എന്നിട്ടും ഭക്തിയോഗത്തിനെ കുറിച്ച് വേണ്ട വിധത്തിൽ താങ്കൾക്ക് രചിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് താങ്കൾ മാനസികമായ സംതൃപ്തി ലഭിക്കാത്തത്. അതിനെന്ത് ചെയ്യണം? ഇനി ഭഗവത് ലീലകൾ മാത്രം വിശദമായി ചർച്ച ചെയ്യുന്നു, ഭക്തിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്ന, ഭഗവാന്റെ ഭക്തരെ കുറിച്ച് മാത്രം വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥം രചിക്കണം. അതിനുള്ള പ്രചോദനം നാരദമുനി കൊടുക്കുകയാണ്. അത് എക്സ്ക്ലൂസീവ്ലി, അതായത് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ഭക്തരെ കുറിച്ചും അവരുടെ ഭക്തിയെക്കുറിച്ചും മാത്രം. നമ്മൾ ശ്രീമദ് ഭാഗവതം എടുത്തു ചോദിച്ചാൽ വേറെ എന്തിനെ കുറിച്ചാണ് ചർച്ച? ഈ 3 കാര്യമല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? 10 വിഷയങ്ങളാണ് ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. എന്താ ശ്ലോകം? അത്തസർഗ വിസർഗച്ച സ്ഥാനം പോഷണം ഉദയം എന്നേന്ദ്രീശാന കഥയ, ഒരു വരി കൂടെ മോക്ഷം മുക്തി ആശ്രയം, അങ്ങനെയാണ്. അതായത് സൃഷ്ടിയെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തരെ കുറിച്ചാണ്. അത് ഭാഗവതത്തിൽ 18ാം ശ്ലോകത്തിൽ വേറെ ഒന്നുമില്ല. സൃഷ്ടിയെക്കുറിച്ച് എന്തിനാ പറഞ്ഞത്? ഭഗവാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ഭാഗവതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാം. ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തരെക്കുറിച്ചും അവരുടെ ഭക്തിയെക്കുറിച്ചും. അങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കാൻ വേണ്ടി നാരദമുനി വ്യാസഭഗവാന് നിർദ്ദേശം കൊടുക്കുകയാണ്, പ്രചോദനം നൽകുകയാണ്. ഇവിടെ ഭക്തിയോഗത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കാൻ ഇത്രയും നേരം പറഞ്ഞു കൊടുത്തിട്ട് നാരദമുനിക്ക് തൃപ്തി വന്നില്ല.
നാരദമുനി സ്വന്തം അനുഭവം പറയുകയാണ്. സ്വന്തം ജീവിതത്തിനെ കുറിച്ച്, കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ച് നാരദമുനി വ്യാസവന് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ, കഴിഞ്ഞ സഹസ്രാബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ കഴിഞ്ഞ ദിവസം. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എത്ര വർഷമാണ്? ആർക്കെങ്കിലും അറിയാമോ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എത്ര വർഷമാണെന്ന്? ഹരേ കൃഷ്ണ. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ, ബ്രഹ്മാവിന്റെ ഒരു ദിവസം എത്ര വർഷമാണെന്ന്? ഹരേ കൃഷ്ണ. 100 ദേവവർഷം ആണ് പ്രഭുജി. എത്ര? 100 ദേവവർഷം. ഒന്നുകൂടെ വിശദമായിട്ട് പറയാത്. 100 അല്ല, ഞാൻ പറയാം. വേറെ മ്യൂട്ട് ചെയ്തേരെ, മ്യൂട്ട് ചെയ്തേരെ. പറഞ്ഞോളൂ. 1000 ദേവവർഷമാണോ? അല്ല, എന്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. മ്യൂട്ട് ചെയ്തേ. ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ 4 യുഗങ്ങൾ ചേർന്നാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. കലിയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, സത്യയുഗം. 4,32,000 വർഷമാണ് കലിയുഗം. അതിന്റെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് 8,64,000 വർഷം ദ്വാപരയുഗം. അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് 17,28,000 വർഷം ത്രേതായുഗം. അതിന്റെ 4നെ 2 കൊണ്ട് ഗുണിക്കുന്നത് ഇത് പിന്നെ ദ്വാപരയുഗം, 4നെ 3 കൊണ്ട് ഗുണിക്കുന്നത് ത്രേതായുഗം, 4നെ 4 കൊണ്ട് ഗുണിക്കുന്നത് സത്യയുഗം. അപ്പം 4,32,000, 8,64,000, 17,28,000, 17,28,000 പിന്നെ അതിന്റെ കൂടെ 4, 23 അങ്ങനെ മൊത്തം കൂടി 43,20,000 വർഷമാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. 43,20,000 വർഷം ഇതൊരു ചതുർയുഗമാണ്. അങ്ങനെ 1000 ചതുർയുഗം കഴിയുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ഒരു പകല്. അപ്പൊ 443,20,000 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 432 കോടി വർഷം. 432 കോടി വർഷം ഒരു പകലും. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് അത്രയും നാള് സമാധിയിലാണ്, ഉറക്കത്തിലാണ്, നിദ്രയിലാണ്. അത് 432 രാത്രി. അങ്ങനെ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 432 കോടി പകലും 432 കോടി രാത്രി. അപ്പൊ എത്രയായി? 864 കോടി. ഇത് ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ്. ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാ? 100 ദിവ്യവർഷം. അപ്പൊ ഇതിനെങ്ങനെ, ഇത് ഒരു ദിവസം ആകുമ്പോൾ ഒരു വർഷം എങ്ങനെ കുറിക്കണം? 864 കോടി ഇൻറ്റു 365 ഇൻറ്റു 100 ആണ് ബ്രഹ്മാവിന്റെ ആയുസ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു ദിവസം കഴിയുമ്പോൾ 432 കോടി വർഷം കഴിയുമ്പോൾ ഈ ഭൗതിക ലോകം, ഭൂമി പ്രളയം വരും. അപ്പൊ ഈ ജീവാത്മാക്കളെല്ലാം ഭഗവാൻ ലയിച്ചിട്ട് പിന്നെ 432 കോടി വർഷം കഴിയുമ്പോൾ രണ്ടാമത് സൃഷ്ടിവനെ വീണ്ടും അവരവരുടെ പൊസിഷനിൽ വരും. അങ്ങനെ ആ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ, ബ്രഹ്മാവിന്റെ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ ഞാനൊരു ദാസിപുത്രനായിരുന്നു. നാരദമുനി പറഞ്ഞു ദാസിപുത്രനായിരുന്നു. ഈ എന്റെ അമ്മ ഒരു ദാസിയായിരുന്നു. പല വീടുകളിൽ പോയിട്ട് പ്രവൃത്തികൾ ചെയ്തിട്ട് വീട്ടുജോലികളിട്ടായിരുന്നു എന്നെ പരിപാലിച്ചിരുന്നത്. എനിക്ക് അമ്മയ്ക്ക് ഞാനും മാത്രമേ ആശ്രയമായിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് 5 വയസ്സായിരുന്നു പ്രായം. 5 വയസ്സായ പ്രായം എന്നുള്ളതിനകത്ത് പറയുന്നുണ്ടോ ഒരു സംശയം. 5 വയസ്സായിരുന്നു പ്രായം. ഒരിക്കല് കുറെ വേദാന്തികൾ എന്ന് പറഞ്ഞാൽ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്, ഭക്തിയിൽ ഏറ്റവും ഉയർന്നൊരു സ്ഥാനമാണ് വേദാന്തം. അങ്ങനെയുള്ള കുറെ സന്യാസിമാര്, കുറെ ഭക്തി വേദാന്തികൾ ചാതുർമാസ സമയത്ത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 4 മാസം അവർ യാത്ര ചെയ്ത്, ജൂണാണോ ജൂലൈ ആണോ? ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 4 മാസം ഈ ഭക്തി വേദാന്തികൾ യാത്ര ചെയ്യില്ല. കാരണം എല്ലാത്തും ഫ്ലഡ് ആയിരിക്കും, മഴയായിരിക്കും. അപ്പൊ അവരെവിടെങ്കിലും കൂടിയിരുന്നിട്ട് ഭഗവത് കാര്യങ്ങൾ ചർച്ച ചെയ്യും. നമുക്കറിയാം രാമാവതാരത്തിൽ രാമന് ലങ്കയിൽ പോകാൻ വേണ്ടിയിട്ട് ബാലിയെ വധിച്ചതിന് ശേഷം സുഗ്രീവനോട് പറഞ്ഞു ചാതുർമാസത്തിന് ശേഷം നമുക്ക് പോകാം, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അതേപോലെ ഈ ഭക്തിവേദാന്തികൾ നാരദമുനി പറയുകയാണ്, ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു താമസിക്കാൻ ഇടയായി. അവർക്ക് വേണ്ട സേവ ചെയ്യാനുള്ള അവസരം എൻ്റെ അമ്മയ്ക്കാണ് ലഭിച്ചത്. അപ്പൊ ആ അമ്മയുടെ കൂടെ ഈ 5 വയസ്സുള്ള ബാലനും ഈ ഭക്തിവേദാന്തികളുടെ അടുത്ത് പോയി
അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പം ഉച്ചിഷ്ടപാത്രങ്ങൾ എടുത്തുകൊണ്ട് കഴുകുക, അവർക്ക് തുടച്ചു കൊടുക്കുക, അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കുക. അപ്പൊ അവര് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഭാഗവത കഥകൾ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ട സേവ ചെയ്യുന്നതിനോടൊപ്പം അവർ പറയുന്ന കാര്യങ്ങൾ, ഭഗവത് തത്വങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പൊ ഒരിക്കല് ഒറ്റ പ്രാവശ്യം മാത്രം, അത് മനോഹരമായ ഒരു ശ്ലോകമാണ്, 25-ാമത്തെ ശ്ലോകം, 5-ാമത്തെ അധ്യായത്തിൽ 25-ാം. ഒരിക്കല് ഒറ്റ പ്രാവശ്യം മാത്രം അവരുടെ അനുവാദത്തോടുകൂടി അവരുടെ ഉച്ചിഷ്ടം എനിക്ക് ഭക്ഷിക്കാൻ അവസരം കിട്ടി. 25-ാം ശ്ലോകം. ഉച്ചിഷ്ടലേപാൻ അനുമോദിതോ ദിജയ് സകൽ സ്വപുഞ്ചേ തദാപ്സകിൽ വിഷം. അതായത് ഒരിക്കൽ അവരുടെ ഉച്ചിഷ്ടം, അവർ കഴിച്ച പ്രസാദത്തിന്റെ ബാക്കി അവരുടെ അനുമതിയോടുകൂടി ഒരൊറ്റ പ്രാവശ്യം കഴിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടി. നമുക്കറിയാം, ഭഗവാന് നേദിച്ചു കഴിയുമ്പോൾ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? നൈവേദ്യം പ്രസാദമായിട്ട് മാറും. ആ പ്രസാദത്തെ ഭഗവാന്റെ ഏതെങ്കിലും ശുദ്ധഭക്തർ കഴിച്ചു കഴിഞ്ഞാൽ അത് മഹാപ്രസാദമായി മാറും. പ്രസാദം ഭഗവാന്റെ, അല്ലെങ്കിൽ മഹാപ്രസാദം, അത് ഭഗവാന്റെ ശുദ്ധഭക്തർ കഴിച്ചു കഴിയുമ്പോൾ ആ വരുന്ന ഉച്ചിഷ്ടം മഹാപ്രസാദമായി മാറും. അങ്ങനെ ആ മഹാപ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ ഇപ്രകാരം ശുദ്ധഭക്തരുടെ സേവ ചെയ്തതിനാലും അവരുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ചതിനാലും ശുദ്ധഭക്തരിൽ നിന്ന് കഥകൾ കേൾക്കാൻ, ഭഗവത് കഥ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായതിനാലും എന്റെ മനസ്സിൽ, ആ ബാലന്റെ മനസ്സിൽ, ഈ ഭാഗവത്തില് നാരദമുനിയുടെ കഴിഞ്ഞ ഇടത്തിലെ പേര് പറഞ്ഞിട്ടില്ല, ഉറങ്ങിക്കിടന്ന കൃഷ്ണഭക്തി ഉണർന്നു. എന്റെ ഉള്ളിൽ കൃഷ്ണ പ്രേമം വന്നു. എനിക്ക് കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹങ്ങളുണ്ടായി. അങ്ങനെ അവരുടെ സേവ ചെയ്തുകൊണ്ടിരുന്നു. ഈ ഭക്തി വേദാന്തികള് ചാതുർമാസത്തിന് ശേഷം പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക് വേണ്ടുന്ന ആശീർവാദങ്ങൾ കൊടുത്തു, അനുഗ്രഹങ്ങൾ കൊടുത്തു, ഒപ്പം അവർക്ക് ഭക്തിയോഗ ദീക്ഷ കൊടുത്തു. അങ്ങനെ അവര് അതെല്ലാം ചെയ്തിട്ടാണ് അവർ പോയത്. നമുക്കറിയാം, ഈ ശ്ലോകം അറിയാമല്ലോ, സാധുസംഘ ലേവ മാത്രേ സാധുസംഘ സർവ പാപഭൈവം എന്നൊരു ശ്ലോകമുണ്ട് ഇതിനകത്ത്, സിസിക്കകത്ത്. ഒരു ക്ഷണം മാത്രമെങ്കിലും ഭഗവാന്റെ ഭക്തി ആർക്കെങ്കിലും ഭഗവത് ഭക്തരുടെ സംഘം കിട്ടി, ശുദ്ധഭക്തരുടെ അസോസിയേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ കൃഷ്ണഭക്തി ജനിക്കും, എല്ലാ പാപങ്ങളും ഇല്ലാകും, എല്ലാ അജ്ഞാനങ്ങളും ഇല്ലാതാകും. അങ്ങനെ ഈ ഭക്തി വേദാന്തികൾ പോകുന്ന സമയത്ത് നാരദമുനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും കൊടുത്തു, അനുഗ്രഹങ്ങൾ കൊടുത്തു, ആശീർവാദം കൊടുത്തു. അതുപോലെ തന്നെ ഭക്തിയോഗ ദീക്ഷയും കൊടുത്തു. അപ്പൊ ഈ ഭക്തരുടെ ഇത്രയും വലിയ സംഘം 4 മാസത്തെ അസോസിയേഷൻ കിട്ടി വെച്ചു. നമ്മൾ പറഞ്ഞെന്താ, ക്ഷണം മാത്രം, ലവ എന്ന് പറഞ്ഞ അംശത്തിന്റെ അംശം മാത്രം പോലും സംഘം കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഒരിക്കല് ഒരു വ്യക്തി ഭയങ്കര ക്രൂരനായിരുന്നു. ഭയങ്കര ക്രൂരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരൻ, ഒരുപാട് കൊലപാതകം, ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയെ പ്രീച്ച് ചെയ്യാൻ, ഭക്തി പറഞ്ഞു കൊടുക്കാൻ നാരദമുനി അങ്ങനെയുള്ളിടത്തൊക്കെ പോകത്തുള്ളൂ, മൃഗാരി ഇങ്ങനെയുള്ളിടത്ത് പോകത്തുള്ളൂ. അപ്പൊ നാരദമുനി അവിടെ ചെന്ന് ഇയാളുടെ ഭക്തി പറഞ്ഞ പുള്ളി വെട്ടുവത്തി എടുത്തുകൊണ്ട് നാരദമുനിയെ വെട്ടായിട്ട് ഓടിച്ചു. നാരദമുനി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നിന്റെ മരണം ആസന്നമായിരിക്കുകയാണ്, നിന്നെ കൊണ്ടുപോകാൻ യമദൂതര് വരുമ്പോ അവരോട് ചോദ്യം നീ ചോദിക്കണം. അവൻ വെട്ടുവത്തിനോട് നിൽക്കുകയല്ല, മരണം അടുത്ത് വരും എന്ന് പറഞ്ഞപ്പോ അവൻ പേടിച്ചു നിന്നു. എന്നിട്ട് ശ്രദ്ധിച്ചു നാരദമുനി എന്താ പറയുന്നത്. നാരദമുനി പറഞ്ഞു, നിന്നെ കൊണ്ടുപോയി യമദൂതര് വരുമ്പം അവരോട് ചോദിക്കണം, ഒരു നിമിഷ നേരത്തെ ശുദ്ധഭക്തരുടെ അസോസിയേഷൻ സംഘം കൊണ്ട് ഒരു ജീവാത്മാവിന് എന്തായിരിക്കും ഫലം കിട്ടുന്നത്. നാരദമുനി അവിടെ നിന്ന് പോയി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. കൊണ്ടുപോകാൻ യമദൂതര് വന്നപ്പോ യമദൂതരോട് ചോദിച്ചു, എനിക്കൊരു ചോദ്യം ചോദിക്കണം. അവരോട് ചോദിക്കാൻ പറഞ്ഞു, ഒരു നിമിഷ നേരത്തെ സാധുസംഘം കൊണ്ട് ഒരു വ്യക്തിക്ക് എന്തായിരിക്കും ഫലം? ഇപ്പൊ യമദൂതർ ഞങ്ങൾക്ക് അറിയത്തില്ല, യമരാജാവിനോട് പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, യമരാജയുടെ കൊണ്ടുപോയി യമരാജാവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? ഒരു നിമിഷ നേരത്തെ സാധുസംഘം കൊണ്ട്, അസോസിയേഷൻ കൊണ്ട് ഒരു ജീവാത്മാവിന് എന്താണ് പ്രയോജനം? ധർമ്മരാജാവിന് ഒരു ഉത്തരം മുട്ടി. ഇത് നാടോടി കഥയാണ്, ഈശാന കഥകളിൽ വരുന്നതാണ്. ഉത്തരം മുട്ടി. അദ്ദേഹം ബ്രഹ്മാവിനടുക്ക് കൊണ്ടുപോയി ബ്രഹ്മാവിനോട് ചോദിച്ചു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, എന്താ ഒരു നിമിഷത്തെ കൊണ്ട് ഫലം? എനിക്ക് ആലോചിച്ചു പറ്റും, നമുക്കൊരു കാര്യം ചെയ്യാം, ഭഗവാനോട് ചോദിക്കാം. അങ്ങനെ ഭഗവാനോട് ചോദിക്കാൻ പോയി. ഭഗവാൻ വിഷ്ണുവിന്റെ അടുക്കൽ കൊണ്ടുപോയി. ശിവലോകദേശ വിഷ്ണുവിന്റെ ചോദിച്ചു. ഭഗവാൻ ചോദിച്ചത് ആരുടെ സംശയമാണ്? ബ്രഹ്മാവ് പറഞ്ഞു,
യമരാജാവിന്റെ സംശയമാണ്. പറഞ്ഞ എന്റെ അല്ല, എന്റെ ദൂതന്മാരുടെ സംശയമാണ്. അപ്പൊ ദൂതന്മാർ പറഞ്ഞു ഞങ്ങളുടെ സംശയം ഈ ജീവാത്മന്റെ സംശയമാണെന്ന്. അതുകൊണ്ട് അവനെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ബ്രഹ്മ ചോദിച്ചു അതെന്താ? ഒരു നിമിഷ നേരത്തെ സാധുസംഘം കൊണ്ടുള്ള ഫലമാണിതെന്ന്. അവന് ഒരു നിമിഷം കൊണ്ട് നാരദ മുനിയുടെ അസോസിയേഷൻ കിട്ടി, ഭഗവാന്റെ ശുദ്ധ ഭക്തര് 12 മഹാജന്മലോരായ യമരാജാവിന്റെ അസോസിയേഷൻ കിട്ടി, ബ്രഹ്മാവിന്റെ അസോസിയേഷൻ കിട്ടി. അതുകൊണ്ട് അവന്റെ എല്ലാ ഭാവങ്ങളും തീർന്നു. ഇനി അവന് വൈകുണ്ഠ ലോക പ്രാപ്തി, അവനെ വിളിച്ച് നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. പറഞ്ഞതിന്റെ അർത്ഥം ഒരു നിമിഷ നേരത്തെ അസോസിയേഷൻ കൊണ്ട്, ശുദ്ധഭക്തന്റെ അസോസിയേഷൻ കൊണ്ട് ഇത്രമാത്രം പ്രയോജനം കിട്ടുമെങ്കിൽ 4 മാസം അവരുടെ സേവ ചെയ്ത, അവരുടെ അനുവാദത്തോടെ അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച, അവരുടെ ഭഗവത് കഥകൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച നാരദമുനിയിൽ ഉണ്ടായ പരിവർത്തനം എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. 5 വയസ്സുള്ള ഒരു ബാലനായിരുന്നിട്ട് കൂടി നാരദമുനി പരിപൂർണ ഭക്തിയിലെത്തി. അപ്പൊ അവര് പോയ സമയത്ത് വേണ്ട ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ദീക്ഷയും കൊടുത്തിട്ടാണ് അവർ പോയത്. അവർ പോയതിനു ശേഷം നാരദമുനി എന്ത് ചെയ്തു? എന്തെല്ലാം അവർ പറഞ്ഞു അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ജപിക്കാനിരുന്ന് കാണും, അല്ലെ ധ്യാനിക്കാനിരുന്ന് കാണും, അല്ലെ ഭാഗവതം വായിക്കാനിരുന്ന് കാണും. ഇപ്രകാരം ആ ശുദ്ധഭക്തരുടെ കൃപ കൊണ്ടും അവരുടെ അസോസിയേഷൻ നിമിത്തവും ഈ സഹസ്രാബ്ദത്തിൽ, അത് കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ നടന്നതാണ്, ഈ സഹസ്രാബ്ദത്തിൽ ഹരേ കൃഷ്ണ So good. It finished off 1970. Again, the branding is really developed here. ഹരേ കൃഷ്ണ. ആരെ പേരെന്താ? വിരജ ബ്രജലക്ഷ്മി മാതാജി. അതൊന്ന് മ്യൂട്ട് ചെയ്തേരെ. വിരജ ബ്രജലക്ഷ്മി മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്തേരെ. They were the most popular game in the entire world. I understood what you said about these way shares. Like I said earlier, I don't know if these are actually still, but I bet they are. I don't want to start off with this ancient jar of all the world. വിരജ ബ്രജലക്ഷ്മി മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്തേരെ. അപ്പൊ അവരുടെ ശുദ്ധഭക്തരുടെ കൃപ കൊണ്ട്, അവരുടെ ആശീർവാദം കൊണ്ട്, അവരുടെ അനുഗ്രഹം കൊണ്ട് ഇത് കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ നടന്നതാണ്. ഈ സഹസ്രാബ്ദത്തിൽ ഞാൻ നാരദമുനിയായി. ഈ സഹസ്രാബ്ദത്തിൽ ഞാൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനായി. എനിക്ക് ഈ ദിവ്യ ശരീരം കിട്ടി. ഈ ദിവ്യ ശരീരം കൊണ്ട് എനിക്ക് 3 ലോകങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയും. എനിക്ക് ഏത് നിമിഷം എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. അങ്ങനെ ഞാൻ കറങ്ങി നടന്ന് എല്ലാ ലോകങ്ങളിലും ഭക്തിയോഗം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഭക്തിയോഗം എന്റെ ഹൃദയത്തിൽ വളർന്ന് ഞാൻ നാരദമുനിയായി. ഒരു ദാസീപുത്രനിൽ നിന്നും നാരദമുനിയായി മാറ്റിയത് എന്താണ്? ഭക്തിയോഗമാണ്. അതാണ് ഭക്തിയോഗത്തിന്റെ മാഹാത്മ്യം. ഭക്തിയോഗത്തിന്റെ മാഹാത്മ്യം പറയാൻ വേണ്ടിയാണ് നാരദമുനി തന്റെ ചരിത്രം പറഞ്ഞത്. ഇനിയും നാരദമുനിക്ക് എന്താണ് സംഭവിച്ചത്? അത് ശൗനകാദികൾ ചോദ്യങ്ങൾ ചോദ്യമാണ്. പക്ഷെ അത് വളരെ ഒറ്റ സിറ്റിങ് നമ്മൾ പറഞ്ഞാൽ അത് ശരിയാവുള്ളൂ. പകുതി പറഞ്ഞിട്ട് പകുതി അടുത്ത പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സുഖം വരില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദയവേത് ചോദിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ, ഇല്ലെങ്കിൽ നടത്തം പ്രഭു നിർത്താം നമുക്ക്. ഓക്കെ പ്രഭു നിർത്താം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദയ്ക്ക് ജയ്. ശ്രീല പ്രഭുപാദി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.